പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം അനുസരണം എന്ന വിഷയമാണ്. നാം ദൈവത്തെ അനുസരിക്കണം, അധികാരികളെ അനുസരിക്കണം, ജീവിത പങ്കാളിയെ നാം അനുസരിക്കണം, മാതാപിതാക്കന്മാരെ നാം അനുസരിക്കണം, അനുസരിക്കേണ്ടവരെ നാം അനുസരിക്കണം. അനുസരണവും ഒരു വ്രതമായി വൈദികരും സന്യസ്തരും ഒക്കെ സ്വീകരിക്കുന്നതാണ്. അത് അൽമായർക്കും ബാധകമാണ്. യേശുക്രിസ്തു അനുസരണയുള്ളവനായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ അനുസരണം കുരിശുമരണം വരെ അവൻ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി എന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന് 2:8 നാം വായിക്കും. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. യേശുക്രിസ്തു അനുസരിക്കാനായിട്ട് കാരണമായി തീർന്നത് ആദിമാതാപിതാക്കളുടെ അനുസരണക്കേടുകൊണ്ടാണ് ദൈവമനുഷ്യ ബന്ധം തകർന്നുപോയത്. ഈ തകർന്നുപോയ ദൈവമനുഷ്യ ബന്ധം കൂട്ടിയോജിപ്പിക്കാനാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഈ ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് പിതാവായ ദൈവത്തെ അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്ന് യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാ എൻ്റെ സന്തോഷം എന്നൊക്കെ ഈശോ പറയുന്നത്. ഈശോ പരിപൂർണ മനുഷ്യനും പരിപൂർണ ദൈവവുമായിരുന്നു. അപ്പം ഈശോ ദൈവവും മനുഷ്യനുമാണ്. ഈശോയിൽ ദൈവത്തെ കാണാൻ പറ്റണം, ഈശോയിൽ മനുഷ്യനെ കാണാനും പറ്റണം. അപ്പോൾ ഈശോയിൽ ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ നമ്മൾ കാണുന്നില്ലെങ്കിൽ ഈശോ ദൈവമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിത്തീരും. ദൈവമായിട്ട് എന്തുകൊണ്ട് പിതാവിനോട് സഹായം ചോദിച്ചു? ദൈവം ആരോടും സഹായം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവത്തിന് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കാം. പക്ഷേ ഈശോ പരിപൂർണ മനുഷ്യനായി ഈ മണ്ണിൽ ജീവിച്ചുകൊണ്ട് എങ്ങനെ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു ഗത്സമനിയിലെ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന, പിതാവിനോടുള്ള യേശുവിൻ്റെ പ്രാർത്ഥന. നിസ്സാരമായ ഒരു പ്രാർത്ഥനയല്ലത്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, പിതാവേ അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് ഈശോ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൻ്റെ മുഴുവനും പാപഭാരം ഈശോ ഏറ്റെടുക്കുമ്പോൾ പാപമല്ലാത്തവനെ അവിടുന്ന് പാപമാക്കിയെന്ന് പൗലോസ്ലീഹ പറഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പോൾ പിതാവുമായിട്ടുള്ള ആ ബന്ധം ഒരു നിമിഷം ഈ പാപം ഏറ്റെടുത്ത് മരിക്കുന്ന സമയത്ത് വേർപെടുന്നുണ്ട്. എന്നിട്ട് പിതാവാണ് യേശുക്രിസ്തുവിനെ ഉയർപ്പിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതാവ് ഉയർപ്പിച്ച് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി എന്ന് പറയുമ്പോൾ ഇത് തൃത്വത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നും വേർതിരിച്ച് കാണാനായിട്ട് പറ്റുന്നതല്ല. ദൈവം ഏകനാണ്,
ദൈവത്തിൽ 3 ആളുകളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു കൂട്ടായ്മയിലാണ് നിൽക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ക്രിസ്തു അങ്ങനെ ഇഷ്ടം നിറവേറ്റുന്നു. ഈശോ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം 34-ാം വാക്യം. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഭക്ഷണം. അപ്പം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുക. ഇത് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൽ അപ്പസ്തോലന്മാർ വിശന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈശോ ഒരു സമറിയാക്കാരിയോട്, ഒരു സ്ത്രീയോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരാത്തതിൽ വേദനിച്ച് അപ്പസ്തോലന്മാർ സംസാരിക്കുമ്പോൾ ഈശോ പറയുകയാണ്, എൻ്റെ ഭക്ഷണമെന്ന് പറയുന്നത് ഈ ആത്മാക്കളെ നേടലാണ്. അപ്പസ്തോലന്മാർ ഭക്ഷണം കഴിക്കാനായിട്ട് പോയപ്പോൾ ലോകത്തിൻ്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചിട്ട് സമാധാനമില്ലാത്ത, കല്യാണം കഴിക്കാത്ത ഒരുവൻ്റെ കൂടെ ജീവിക്കുന്ന ഈ സ്ത്രീക്ക് വേണ്ടി യാക്കോബിൻ്റെ കിണറിൻ്റെ കരയിൽ കാത്തിരിക്കുന്ന കർത്താവ് ഭക്ഷണം പോലും വേണ്ട എന്ന് വെച്ച്, എന്നിട്ട് ആ ഈശോ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം എന്ന്. യേശുവിൻ്റെ ദാഹം എന്നൊക്കെ പറയുന്നത് ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ്. യേശു കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ വിനാഗിരിക്ക് വേണ്ടിയുള്ളൊരു ദാഹമല്ലത്, വെള്ളത്തിന് വേണ്ടിയുള്ളൊരു ദാഹമല്ലത്. മദർ തെരേസ പറഞ്ഞു, ഈശോയുടെ കുരിശിൽ കിടന്ന് നിലവിളിച്ച് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഈശോയുടെ ദാഹം തീർക്കലാണ് ഞങ്ങളുടെ ശുശ്രൂഷ എന്നാണ്. ആത്മാവിന് വേണ്ടിയാണ് ഈശോ ദാഹിക്കുന്നത്. ആത്മാക്കളെ നേടുന്നതിന് വേണ്ടിയാണ് മദർ തെരേസായും മറ്റു വിശുദ്ധന്മാരുമൊക്കെ അധ്വാനിച്ചിട്ടുള്ളത്. സഭ ഇന്നും ആത്മാക്കൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15:10 നാം ഇങ്ങനെ വായിക്കും, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാം. ഈശോ പിതാവിൻ്റെ കൽപ്പന, പിതാവിനൊരു ഒറ്റ കൽപ്പനയുള്ളത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. സ്നേഹത്തിൻ്റെ കൽപ്പന. പാപമെന്നൊക്കെ പറയുന്നത് ദൈവസ്നേഹത്തിനും സഹോദര സ്നേഹത്തിനും എതിരായ പ്രവൃത്തിയാണ് പാപമെന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നതാണ് പാപമെന്ന് പറയുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. യേശു പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയാണ് ഈ മണ്ണിൽ ജീവിക്കുന്നത്. നിങ്ങളും അതുപോലെ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്നേഹം എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. യേശുവിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹം പിതാവിൻ്റെ സ്നേഹമാണ്. അപ്പോൾ നമ്മൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ പിതാവിൻ്റെ സ്നേഹമാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് യേശുവിനെ അനുസരിക്കുന്നവരായി, യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായി നാം മാറണം. യേശുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പോലും അവിടുത്തെ കൽപ്പന അനുസരിക്കുക എന്നതാണല്ലോ അർത്ഥം. 1 യോഹന്നാൻ 5:3 ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പന അനുസരിക്കുക എന്നതാണ് സാരം. അവിടുത്തെ കൽപ്പനകൾ ഭാരം ഉള്ളവയല്ല. ഈശോ എപ്പോഴും അനുസരണയുള്ളവനായിരുന്നു, മാതാപിതാക്കന്മാരെ അനുസരിച്ചിരുന്നു. ഇന്നത്തെ പല കുട്ടികൾക്കും മാതാപിതാക്കന്മാരെ അനുസരിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അനുസരിക്കണമെങ്കിൽ ചില ഡിമാൻഡുകൾ വെക്കുന്ന കാലഘട്ടമാണ്. എനിക്കൊരു ബൈക്ക് മേടിച്ച് തന്നാൽ, എനിക്കൊരു മൊബൈൽ ഫോൺ മേടിച്ച് തന്നാൽ, എനിക്ക് ഇന്ന കമ്പനിയുടെ ഡ്രസ്സ് വാങ്ങി തന്നാൽ ഞാൻ അനുസരിക്കാം. അപ്പം മാതാപിതാക്കളോട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം മാറിയിട്ടുണ്ട്. യേശുക്രിസ്തു ഒരു ഡിമാൻഡും ഇല്ല. യേശുക്രിസ്തു തന്നെ പിതാവിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഈശോ പറഞ്ഞു,
ഞാൻ പിതാവിനെ അനുസരിക്കുന്നത് പോലെ നിങ്ങളും അനുസരിക്കണമെന്ന്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 8:21 നാം വായിക്കുകയാണ്, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി, യേശുക്രിസ്തുവിൻ്റെ അമ്മയായി, യേശുക്രിസ്തുവിൻ്റെ വളർത്തപ്പനെ പോലെ യേശുവിൻ്റെ അപ്പനായി ഒക്കെ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റും. അതെങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിലൂടെ. ഇപ്പോൾ വചനം അനുസരിക്കുന്നത് വഴി നമ്മൾ പിതാവിൻ്റെ സ്നേഹത്തിൽ വ്യാപരിക്കുകയാണ്. ആദ്യ മാതാപിതാക്കൾ വചനമനുസരിക്കാത്തത് കൊണ്ട് പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക്, പറുദീസായിൽ നിന്ന് അവർ പുറത്തുപോയി വേദനിച്ച് കഴിയേണ്ടതായിട്ട് വന്നു. പിതാവിനെ അനുസരിക്കാൻ പ്രയാസമുണ്ടായിരുന്ന ധൂർത്തപുത്രൻ ആ ഭവനത്തിൽ നിറങ്ങിപ്പോയി പന്നിക്കുഴിയിൽ പോയി മറ്റുള്ളവരെ അനുസരിച്ച് ജീവിക്കേണ്ടതായിട്ട് വന്നു. മറ്റൊരു രാജ്യത്തെ പൗരൻ്റെ വാക്ക് അനുസരിച്ച് ജീവിക്കേണ്ട ഗതികേട്. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരാളെ അനുസരിക്കണം. അതാരെയാ? അത് സാത്താനെ. ഒന്നെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സാത്താനെ അനുസരിക്കുന്നു. ആരെ അനുസരിക്കുന്നതാണ് നല്ലത്? ദൈവത്തെ അനുസരിക്കുന്നത് വഴി നമുക്ക് നിത്യജീവനാണ് ലഭിക്കുന്നത്. സാത്താനെ അനുസരിക്കുന്നത് വഴി അവൻ്റെ രാജ്യത്തിൽ നമുക്ക് പ്രവേശനം കിട്ടുന്നു, നരകത്തിലേക്ക്. സാത്താൻ്റെ ഇഷ്ടമനുസരിച്ച് ഈ ലോകത്തിൽ ജീവിച്ചാൽ അന്ത്യനിമിഷം സാത്താൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരും. യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ അന്ത്യദിനത്തിൽ ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വരും. ആര് കൂട്ടിക്കൊണ്ടു പോകാൻ വരും? നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നോ അവരാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തു നമുക്ക് അനുസരണത്തിൻ്റെ മാതൃക കാണിച്ചു തന്നവനാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 13:14 നാം വായിക്കും, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. യേശുക്രിസ്തു അങ്ങനെ ഒരു എളിമയുടെ അനുസരണത്തിൻ്റെ മാതൃക കാണിച്ചു തരികയാണ്. ഒറ്റിക്കൊടുക്കാനിരിക്കുന്ന, തള്ളിപ്പറയാനിരിക്കുന്ന, പ്രശ്നം വരുമ്പോൾ ഇട്ടേച്ചു പോകുന്ന ആ അപ്പസ്തോലന്മാരുടെ കാല് കഴുകി ചുംബിക്കാൻ പിതാവിൻ്റെ ഇഷ്ടം അതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ചെയ്യാൻ തയ്യാറാവുകയാണ് കർത്താവ്. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ അവസാനം എല്ലാം അങ്ങനെ തന്നെയാണ്. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നമ്മളും പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. നമുക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാവാം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. നാം ചോദിച്ച കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്ന് നാം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിന് ഒരു സമാധാനമുണ്ട് പ്രിയരെ. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. പിന്നെ കർത്താവ് വളരെ വ്യക്തമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 22:25 പറയുകയാണ്, വിജാതിയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ച് ഏൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. അടിച്ചേൽപ്പിച്ച് ആരെക്കൊണ്ടും ഒരു കാര്യം നാം ചെയ്യിക്കരുത്, അല്ലെ ചെയ്യിപ്പിക്കരുത് എന്ന് കർത്താവ് പറയുകയാണ്. അനുസരണയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13:17 പറഞ്ഞു വച്ചിരിക്കുക, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അതുകൊണ്ട് മേലധികാരികളെ നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയരായിരിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവീക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ഒരു വ്യക്തി അധികാരത്തെ ധിക്കരിക്കുമ്പോൾ ദൈവീക സംവിധാനം തകർന്നു പോകാൻ കാരണമായി തീരുകയാണ്. അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവീക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കുന്നു.
സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ല, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത്. അതുകൊണ്ട് അധികാരികളെ നാം ബഹുമാനിക്കണം. നമ്മുടെ മനസാക്ഷിയെ മാനിച്ചും അധികാരിയെ നാം ബഹുമാനിക്കണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:5 ദൈവത്തിൻ്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ. മനസാക്ഷിയെ മാനിച്ചും വിധേയത്വം പാലിക്കുവിൻ. മറ്റൊരു കാര്യം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, 1 പത്രോസ് 2:14 നിങ്ങൾ കർത്താവിനെ പ്രതി എല്ലാ മാനുഷിക അധികാരങ്ങൾക്കും വിധേയരായിരിക്കുവിൻ. മാനുഷികമായ അധികാരത്തെ നാം മാനിക്കണം. അങ്ങനെയുള്ള അധികാരത്തിനെതിരായി നാം സംസാരിക്കരുത്. ദൈവം കൊടുക്കാതെ ആർക്കും അങ്ങനെ ഒരു അധികാരം ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പുരോഹിതൻ കുമ്പസാര കൂട്ടിലിരുന്ന് പാപം മോചിക്കുകയാണ്. പാപമോചന അധികാരം കർത്താവ് അവർക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് മെത്രാൻ്റെ കൈവെപ്പ് സ്വീകരിച്ച് വിധേയത്വമുള്ള ഒരു പുരോഹിതൻ, അങ്ങനെ ഒരു പുരോഹിതനാണ് പാപമോചന ആശീർവാദം കൊടുക്കാൻ പിതാവ് അനുവാദം നൽകുക. ചില വൈദികരോട് തന്നെ പിതാക്കന്മാർ പറയാറുണ്ട്, 1 വർഷത്തേക്ക് കുമ്പസാരിപ്പിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് അന്വേഷിക്കേണ്ട പോലും കാര്യമില്ല. ചിലപ്പോൾ വ്യക്തമായ കാരണമുണ്ടാകാം, ചിലപ്പോൾ കാരണമില്ലാതിരിക്കാം. അനുസരണയോടെ നാം അത് സ്വീകരിക്കുമ്പോൾ അനുഗ്രഹമായി തീരുകയാണ്. ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് അസീസിയോട് പറഞ്ഞു, സഭ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. സഭയെ താങ്ങി നിർത്താനായിട്ട് ഫ്രാൻസിസ് അസീസി ചെന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട് മാർപ്പാപ്പ പറഞ്ഞു, നീ പോയ പന്നിക്കുഴി കിടക്കാൻ. മാർപ്പാപ്പയ്ക്ക് എന്നെ മനസ്സിലാകുകയില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അകന്നു പോകാമായിരുന്നു. ഫ്രാൻസിസ് അസീസി പന്നിക്കുഴിയിൽ പോയി കിടന്നു. രാത്രിയിൽ ദർശനമുണ്ടാകുന്നു, സ്വപ്നമുണ്ടാകുന്നു. മാർപ്പാപ്പയ്ക്ക് തിരിച്ചു വിളിക്കുന്നു, ദൈവിക സന്ദേശങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങനെ അനുസരിച്ച ഫ്രാൻസിസ് അസീസിയാണ് സെക്കൻഡ് ക്രൈസ്റ്റായി, 2ാം ക്രിസ്തുവായി രൂപപ്പെട്ടത്. അനുസരിക്കുമ്പോഴാണ് അഭിഷേകം ഒഴുകുന്നത്. കത്തോലിക്ക സഭയിലുള്ള അല്ലെ ക്രൈസ്തവ കാഴ്ചപ്പാടനുസരിച്ച് അനുസരണം യേശുക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. യേശുക്രിസ്തുവിൻ്റെ പിന്തുടർച്ചക്കാരായ നമുക്ക് ഈ അനുസരണത്തിൻ്റെ ഒരു കൃപ നമുക്ക് ലഭിക്കുന്നുണ്ട്. കുടുംബത്തിൽ അനുസരണ ഇല്ലെങ്കിൽ, സമൂഹത്തിൽ അനുസരണ ഇല്ലെങ്കിൽ എല്ലാം തകർന്നു പോകും. ആദിമാതാപിതാക്കൾ ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ടും പരസ്പരം അനുസരിക്കാത്തത് കൊണ്ടും അവർക്ക് നഷ്ടപ്പെട്ടത് പറുദീസയാണ്. അതുകൊണ്ട് ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് അവർക്ക് പകരമായി അനുസരിക്കുകയാണ്, അനുസരണയുള്ളവനായി മാറുകയാണ്. 1 പത്രോസ് 2:14 നിങ്ങൾ കർത്താവിനെ പ്രതി എല്ലാ മാനുഷിക അധികാരങ്ങൾക്കും വിധേയരായിരിക്കുവിൻ. അതുകൊണ്ട് ഒരാളോടും നാം പക്ഷപാതം കാണിക്കരുത്. യാക്കോബ് 2:9 നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുസരിക്കാനാണ് എങ്കിൽ ആ അനുസരണയുടെ മനോഭാവം നാം സ്വന്തമാക്കേണ്ടതായിട്ട് ഉണ്ട്. അതുവഴി നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമൂഹത്തിന്, തലമുറയ്ക്ക് ഒക്കെ അനുഗ്രഹം ഉണ്ടാവുകയാണ്. ബൈബിളിൽ പ്രഭാഷകൻ്റെ പുസ്തകം 24-ാം അധ്യായം, എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല, എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. ഇപ്പം കർത്താവിനെ അനുസരിക്കുന്നവൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നവരായി നമ്മൾ മാറണം. യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്. യെശയ്യാ 1:19
അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാൻ ആര് തയ്യാറായാലും അവർ ഐശ്വര്യം ആസ്വദിക്കും. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുമ്പോൾ ലൂക്ക 1:38 നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പഴയ ചില വേർഷനിൽ ബൈബിളിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, ഇതാ കർത്താവിൻ്റെ അടിയാട്ടി, കർത്താവിൻ്റെ ദാസി, ഞാൻ അടിയാട്ടിയാണ്. അടിയാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനത്തിയുടെ വാക്ക് അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുക എന്നാണ്. അങ്ങനെ അനുസരിക്കുന്ന വ്യക്തിയാണ് അടിയാട്ടി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വാക്ക് അതുപോലെ തന്നെ അനുസരിക്കാനായിട്ട് തയ്യാറാകുന്ന പരിശുദ്ധ അമ്മ ആ അനുസരണം വഴി ദൈവത്തിൻ്റെ മാതാവായി മാറി. ദൈവത്തിൻ്റെ അമ്മ എന്ന് ആ സ്ത്രീയെ വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ അമ്മ, കർത്താവിൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ. ഇപ്പം പരിശുദ്ധ അമ്മ എന്ന് വിളിക്കാൻ തക്ക വിധത്തിൽ ഒരു വ്യക്തി ഉയർന്നത് അനുസരണം എന്ന കൃപയിലൂടെയാണ്. ചില ആളുകൾ പറയുകയാണ്, പരിശുദ്ധ അമ്മ എന്തിനാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്, കർത്താവിൻ്റെ അമ്മ എന്ന് പറയുന്നത്? നിങ്ങൾക്കും അങ്ങനെ ആകാവുന്നതാണല്ലോ തിരുവചനം പറയുന്നത്. ദൈവവചനം അനുസരിക്കാനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്താൽ പരിശുദ്ധ അമ്മയുടെ അതേ പദവിയിലേക്ക് നമ്മളും കടന്നു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. 1 സാമുവേൽ 15-ാം അധ്യായത്തിൽ നാം വായിക്കുകയാണ്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ബലി എത്രയോ ശ്രേഷ്ഠമാണ്. അതിലും ശ്രേഷ്ഠമാണ് നാം ദൈവത്തെ അനുസരിക്കുക, അധികാരികളെ അനുസരിക്കുക, അധികാരത്തിന് വിധേയപ്പെട്ടിരിക്കുക. പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ അധികാരികൾ ദുഷ്ടരോ ശാന്തരോ നല്ലവരോ ആയിരുന്നാലും എല്ലാ ആദരവോടും കൂടെ അവർക്ക് വിധേയരായിരിക്കുവിൻ. അന്യായമായി, ന്യായമായിട്ടല്ല, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമായി തീരും. തെറ്റു ചെയ്തിട്ട് അടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തു മഹത്വമാണുള്ളത്? നമ്മുടെ അധികാരികൾ, നമ്മുടെ ഭർത്താവ്, അപ്പൻ, അമ്മ, അമ്മ എന്നൊരു പൊസിഷനുണ്ട്, അപ്പൻ എന്ന് പറയുന്നൊരു പൊസിഷനുണ്ട്, ഭർത്താവ് എന്ന് പറയുന്ന, ഭാര്യ എന്ന് പറയുന്ന ഒരു പൊസിഷനുണ്ട്, വൈദികൻ, അതുപോലെ മെത്രാൻ, മാർപ്പാപ്പ, എല്ലാവർക്കും അവരുടേതായ ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനിലായിരിക്കുന്ന അവസരത്തിൽ അവർ നല്ലവരായിരിക്കാം, ദുഷ്ടരായിരിക്കാം, ശാന്തരായിരിക്കാം. പത്രോസ്ലീഹായുടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവർ ദുഷ്ടരോ ശാന്തരോ, ദുഷ്ടരാകുമ്പോൾ ദുഷ്ടതയുടെ പ്രവൃത്തികളായിരിക്കും വരുന്നത്, ശാന്തരാകുമ്പോൾ ശാന്തതയുടെ പ്രവൃത്തികളായിരിക്കും വരുന്നത്, ചിലപ്പോൾ നല്ലവരായിരിക്കും, നല്ലതിൻ്റെ പ്രവൃത്തിയാണ് വരുന്നത്. ആരാണെങ്കിലും നമ്മളവരെ അനുസരിക്കണം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുവഴി നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു. ഇല്ലെങ്കിലോ തലമുറ നശിക്കുന്നു, തകർച്ചകൾ പിന്നാലെ പിന്നാലെ വരും, ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അനുസരണയുള്ളവരായി നമുക്ക് മാറാം. അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ഹെബ്രായർ 10:7, ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, അനുസരണയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. വൈദികരെയും സന്യസ്തരെയും അധികാരികളെയും
മാർപ്പാപ്പയും മെത്രാനെയും ഒക്കെ അനുസരിക്കാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കാൻ, അധ്യാപകരെ അനുസരിക്കാൻ ഒക്കെ കൃപ തരണമേ. അങ്ങനെ അനുസരണം വഴി ഞങ്ങളെല്ലാവരും ഉയർത്തപ്പെടും എന്ന തിരുവചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവൻ കുരിശു മരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം ക്രിസ്തുവിനോട് കൂടെ ഞങ്ങൾക്കും ലഭിക്കുകയാണ്. ക്രിസ്തുവിനോട് കൂടെ ഞങ്ങൾ ആ പങ്ക് പറ്റുകയാണ്. അവിടുന്ന് അനുസരിച്ചതുപോലെ ഞങ്ങളും അനുസരിക്കുന്നവരായി തീരട്ടെ, വിധേയപ്പെടുന്നവരായി തീരട്ടെ. ഏതവസ്ഥയിലും കൃപയിലും വിശുദ്ധിയിലും ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.